ദൈവത്തിൻ്റെ ഇഷ്ടം, കൃത്യമായി പറഞ്ഞാൽ ആരാധനയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ദൈവ നടത്തിപ്പിനെക്കുറിച്ചായിരുന്നു ചിന്തിച്ചത്. ഇന്ന് അതിനോട് സാമ്യമുള്ള ഒരു വിഷയം ചിന്തിക്കാമെന്നാണ് കരുതുന്നത്. അതിനായി നമുക്ക് റോമാലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പി. ആരാധന എന്നത് പഴയ നിയമ കാലഘട്ടത്തിലെ യാഗവുമായിട്ട് ഏറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന പ്രഥമ വിഷയം എന്നത് ആരാധന എന്നതാണ്. അതും ബുദ്ധിയുള്ള ആരാധന. ബുദ്ധിയുള്ള ആരാധന എന്നത് ഉണ്ടെങ്കിൽ ബുദ്ധിയില്ലാത്ത ആരാധനയുണ്ടോ? ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പല ക്രിസ്തീയ സമ്മേളനങ്ങളിലും മറ്റും ഇനി 10 മിനിറ്റ് ആരാധനയുടെ സമയമാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ അധരങ്ങളാലുള്ള സ്തോത്രാർപ്പണ വേളയെയാണ് ഇപ്രകാരം വിവക്ഷിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നത് കൊണ്ട് മാത്രം ആരാധനയാകുമോ? പാട്ട് പാടിയാൽ മാത്രം ആരാധനയാകുമോ? ഒരിക്കലുമില്ല. എന്നാൽ ആരാധനയിൽ ഇതൊക്കെ ഉണ്ട് താനും. യഥാർത്ഥ ആരാധന എന്നത് എന്താണ്? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, ആരാധകൻ ആരാധ്യനുമായി ഒന്നായി ചേരുന്ന അവസ്ഥയാണ് ആരാധന. അങ്ങനെയെങ്കിൽ ഈ ആരാധനയിൽ എന്താണ് സംഭവിക്കേണ്ടത്? എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇത് ഒരു ഗണിതശാസ്ത്ര സമസ്യ പോലെ നിശ്ചിതമായ കാര്യമാണ്. ആരാധ്യൻ്റെ ഇംഗിതത്തിനനുസൃതമായി ആരാധകൻ വർത്തിക്കുക എന്നതാണ് ആരാധനയിൽ ആവശ്യമായിട്ടുള്ളത്. അതുതന്നെയാണ് റോമാലേഖൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തി 22:14 പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയുക എന്നാണ്. അങ്ങനെ ദൈവ ഇഷ്ടത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിന് അനുസൃതമായി മനസ്സിനെ ക്രമപ്പെടുത്തി അതുവഴി നമ്മുടെ ശരീരം കൊണ്ടുള്ള പ്രവൃത്തികളെ ദൈവാനുരൂപമാക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഭക്തൻ്റെ സാർത്ഥകമായ ആരാധനയായി മാറുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ബുദ്ധിയുള്ള ആരാധന എന്നത് ദൈവ ഇഷ്ടം നമ്മിൽ കൂടെ നിവർത്തിക്കപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം ആണ് എന്ന് അത്രേ. ഇത് ദിവ്യമായ അനുഭൂതിദായകമായ ഒരു അവസ്ഥയാണ്. ഈ ദിവ്യമായ ആരാധനയുടെ അനുഭവത്തിനായാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, അഥവാ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് സ്വന്തം ജീവിതം ജീവനുള്ള യാഗമായി, ആരാധനയായി രക്ഷകന്റെ മുൻപിൽ അർപ്പിക്കുമ്പോൾ ആരാധനയുടെ സുഗന്ധധൂപം പോലെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെടും. ഇങ്ങനെ ഉള്ളവൻ്റെ വായിൽ നിന്ന് വരുന്ന സ്തോത്രങ്ങളും പാട്ടും പ്രാർത്ഥനയും ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടതും നിസ്വാർത്ഥവും ആയിരിക്കും. അവൻ സംതൃപ്തനാകും ആരാധനയിലൂടെ. ദൈവ ഇഷ്ടം തിരിച്ചറിയാത്തവൻ്റെ ആരാധന എത്ര തന്നെ ശബ്ദഘോഷമുഖരിതമായാലും അത് ബുദ്ധിയുള്ള ആരാധനയാവുകയില്ല. അത് കേവലം ഉപരിപ്ലവമായ ശബ്ദങ്ങൾ മാത്രമായിരിക്കും. ആരംഭത്തിൽ ഞാൻ പറഞ്ഞുവല്ലോ, സ്തോത്രം പറഞ്ഞതുകൊണ്ടോ പാട്ട് പാടിയതുകൊണ്ടോ മാത്രം ആരാധനയാവുകയില്ല എന്ന്. എന്നാൽ ദൈവ ഇഷ്ടപ്രകാരം ജീവിതത്തെ ആരാധനയാക്കി മാറ്റിയവൻ്റെ ഉള്ളിൽ എന്നും ദൈവത്തെക്കുറിച്ചുള്ള പുകഴ്ച ഉണ്ടായിരിക്കും. അവൻ്റെ ഹൃദയവും അധരവും സ്തോത്രസ്വരത്താൽ നിറഞ്ഞു തുളുമ്പുകയും ചെയ്യും. അവൻ നിരന്തരം ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ സംസർഗമുള്ള വ്യക്തിയായിരിക്കും. അങ്ങനെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ശരിയായ ആരാധനാ ജീവിതമുള്ള ഒരു ദൈവബദലായി ജീവിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ജോയ് EV.